പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങും അനുഗ്രഹം മേടിക്കാൻ പോവുകയാണ്. രാത്രി 12 മണിക്ക്. അതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നേരത്തെ അലങ്കരിച്ചു വെച്ച പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മുൻപിലായിട്ട് തിരുവചനത്തിന് സമർപ്പിതയായ അവൻ പറയുന്നത് മുഴുവനും ചെയ്യുവാനായിട്ട് നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്ന പരിശുദ്ധ അമ്മ വചനം ഗ്രഹിച്ചവളാണ്, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. അതുകൊണ്ട് വചനത്തിന് പ്രാധാന്യമുണ്ട്. വചനം മുൻപിൽ, രൂപത്തിൻ്റെ മുൻപിൽ നല്ല പോലെ വയ്ക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും 2 തിരി കത്തിച്ചു വെക്കുന്നു. പിന്നെ അതിൻ്റെ മുൻപിൽ സ്റ്റൂളിലോ എന്തിലേലും ഒരു പാത്രം നമ്മൾ വയ്ക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ച സമർപ്പണം അതിൽ വയ്ക്കാനായിട്ട്, പൂ വയ്ക്കാനായിട്ട് ഇരു സ്ഥലത്തും ആകെ കുറച്ച് വരെ ഉള്ളുവെങ്കിൽ ഒരു ഫ്ലവർ വാസ് വെച്ചാൽ മതി. പൂ വയ്ക്കാൻ അതിൽ നിങ്ങൾ സമർപ്പിച്ചാൽ മതി. പ്രതിഷ്ഠയുടെ സമയത്തിന് മുമ്പ് 11:45 നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ച് കൂടുക. എല്ലാവരുടെയും കയ്യിൽ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ 3 എഴുതിയ കടലാസും ഒരു പുഷ്പവും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മാതാവിൻ്റെ രൂപം അലങ്കരിച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടാവുമല്ലോ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും യോഗ്യരായി തീരാൻ വേണ്ടി അവിടുത്തെ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുന്നവരായി ലോകം മുഴുവനും സുവിശേഷ ദീപ്തി പരത്തുവാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ ഇരുവശങ്ങളിലും തിരികൾ കത്തിച്ചു വയ്ക്കണം. നടുവിൽ ആണ് ബൈബിൾ വയ്ക്കേണ്ടത്. ഒരുക്കി വയ്ക്കേണ്ടത് ഇങ്ങനെയാണ്: ജീവിതാർച്ചന വേള ഇതാ എന്ന ഗാനം ഞാൻ നിങ്ങളുടെ ഇനിയത്തെ പ്രാർത്ഥനയിൽ, തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനയിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വിടും. അപ്പോൾ ആ പ്രാർത്ഥനാ ഗാനം തുടങ്ങുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നിങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുവചനത്തിന് മുൻപിൽ നാം സാഷ്ടാംഗം പ്രണമിച്ചതിന് ശേഷം നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമ്മൾ രഹസ്യമായിട്ട് പറയുന്നു. പിന്നീട് പുഷ്പം ഓരോരുത്തർക്കും ഫ്ലവർ വാസിൽ വയ്ക്കാനുള്ള അവസരമാണ്. നിങ്ങൾ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മയ്ക്ക്, നമുക്ക് പരിശുദ്ധ അമ്മ ലോകത്തിന് പ്രദാനം ചെയ്ത ഈശോയെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട്, ഈശോയ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പുഷ്പം കാഴ്ചയായി സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ആവശ്യം എഴുതിയ 3 ആവശ്യങ്ങൾ എഴുതാൻ പറഞ്ഞല്ലോ, അത് ആ കടലാസിൽ പൊതിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ചെറു സമ്പാദ്യം, നോമ്പിൽ നമ്മൾ ത്യാഗങ്ങൾ സഹിച്ചല്ലോ, അപ്പോൾ ചെറിയ ഒരു ത്യാഗത്തിൻ്റെ വിലയായ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറു സമ്പാദ്യമായി അത് പരിശുദ്ധ മംഗളവാർത്താ മാതാവിൻ്റെ നാമത്തിലുള്ള പ്രയർ മിഷൻ സ്ഥാപനത്തിൻ്റെ വളർച്ച എല്ലാ ജനതകളിലേക്കും എത്തിക്കുവാനും കണ്ണുനീരൊപ്പുവാനും ഈശോയുടെ പ്രേക്ഷിതരായി മക്കളെല്ലാം മാറുവാനായിട്ടും അമ്മയുടെ തിരുമ്പാകെ നമ്മൾ ആ കാഴ്ച സമർപ്പിക്കുകയാണ്. ആ മുമ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലാണ് അത് സമർപ്പിക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യവും കൂടെ. കുടുംബാംഗങ്ങൾ കാഴ്ച സമർപ്പണം സ്വമനസ്സ സന്തോഷമായി നൽകുമ്പോഴാണ് ഈശോ തിരുക്കുടുംബം പോലെ ആ കുടുംബത്തിലേക്ക് മാതാവോടൊപ്പം കടന്നു വരിക. ഇവ കളക്ട് ചെയ്ത് കുടുംബനാഥനോ കുടുംബനാഥയോ അല്ലെങ്കിൽ അവർ 2 പേരും ഇല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ അത് ശേഖരിച്ച് പരിശുദ്ധ മംഗളവാർത്താ മാതാവിൻ്റെ സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ പേയിൽ ഒന്നെങ്കിൽ അയച്ചു തരിക, അല്ലെങ്കിൽ എൻ്റെ IFC കോഡ്, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ അതും ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കാം. അങ്ങനെ നിങ്ങളുടെ കാഴ്ച സമർപ്പണം ഫലമണിയട്ടെ. നിങ്ങളുടെ 3 ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ
നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴും തുണയായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളേവർക്കുമൊപ്പം ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.